പരിപാവനമായ പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെ പുണ്യമായ ഒരു ദിനത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. ഇന്നത്തെ ക്ലാസ്സിൻ്റെ തുടക്കം നമ്മൾ ഒരു 3 വരി ദുആ, ചെറിയൊരു ദുആ, ചെറുത് വളരെ ചെറുത്, അത് പറഞ്ഞിട്ട് ഒരു പെണ്ണ് അടുക്കളയിലേക്ക് കയറിയാൽ അവൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ രുചി കൂടും. മാത്രമല്ല വലിയ ബറക്കത്തുണ്ടാകും. ആ വീട്ടിലും ആ വീട്ടുകാരിലും ഒരു സമാധാനമുണ്ടാകും, ഒരു റാഹത്തുണ്ടാകും. എങ്ങനെ? ഇനി പറയാൻ പോകുന്ന ഒരു 3 വരി എന്ന് പറഞ്ഞാൽ ചെറിയ വരിയാണ്, ചെറിയ ഒരു 3 കഷ്ണം ഒരു ദുആ. ഇൻഷാ അല്ലാഹ് ഏതാണ് ആ ദുആ, അതിൻ്റെ അർത്ഥം എന്താണ്, എപ്പോഴാണെന്ന് പറയേണ്ടത്, വിശദമായി ഇന്നത്തെ ക്ലാസ് നമുക്കൊന്ന് കേട്ടാലോ. അതോടൊപ്പം തന്നെ ഈ മെൻസസ് ഉള്ള സമയത്ത്, അതുപോലെ തന്നെ വലിയ അശുദ്ധിക്കാരനാകുന്ന സമയത്ത് ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, അത് ഹറാമാണ്. ഏകദേശം ഒരു 6 കാര്യങ്ങൾ അത് ചെയ്യാൻ പാടില്ല. ഏതൊക്കെയാണെന്ന് കേട്ടാലോ. 6 സമയത്ത് കുളിക്കൽ നിർബന്ധമാണ്. 6 സമയത്ത് കുളിക്കൽ നിർബന്ധമാണ്. അതോടൊപ്പം തന്നെ ഒരാൾ ചോദിച്ചു, ഉസ്താദേ ഈ സ്ത്രീകൾക്ക് മെൻസസ് ഉള്ള സമയത്ത് വുളു എടുക്കാമോ, കൂലി കിട്ടുമോ എന്ന് ചോദിച്ചു. അതിനുള്ള മറുപടിയും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അവസാനം വരെ വീഡിയോ കാണണം. ഇതെല്ലാവർക്കും ഉപകാരപ്പെടേണ്ട ഒരു വീഡിയോ ആണ്. മറ്റുള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, കരുണാവാരിധിയായ റബ്ബ് തആല നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള, ആരോഗ്യമുള്ള ദീർഘായുസ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളോട് ആരൊക്കെ ദുആ ചെയ്യാൻ നേരിട്ട് കണ്ട് പറഞ്ഞവരുണ്ട്, ഫോണിൽ വിളിച്ച് പറയുന്നവരുണ്ട്, അതുപോലെ നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻറ്റായി എഴുതുന്നവരുണ്ട്. റബ്ബേ, ആർക്കെല്ലാം എന്തെല്ലാം വിഷമങ്ങൾ, സങ്കടങ്ങളുണ്ട്, എല്ലാം നീ മാറ്റിക്കൊടുക്കണേ അള്ളാഹുവെ. ശാരീരികമായ പ്രയാസം, മാനസികമായ ബുദ്ധിമുട്ട്, സാമ്പത്തികമായ ഞെരുക്കങ്ങളുള്ള ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. കടങ്ങൾ കൊണ്ട് മുങ്ങിയിട്ടുള്ള, അല്ലേ ഉസ്താദേ ഇനി ആത്മഹത്യയാണ് ഞങ്ങളുടെ മുന്നിലുള്ളത് എന്ന് പറഞ്ഞ ആളുകൾ വരെയുണ്ട്. റബ്ബേ, അവർക്കൊക്കെ നീ സലാമത്ത് കൊടുക്കണേ അല്ലാ. കടങ്ങളുള്ളവർക്ക് അത് വീട്ടിൽ കിട്ടാൻ, വീട്ടിൽ കൊടുക്കാനുള്ള വലിയ സൗഭാഗ്യം, അതിനുള്ള വഴികൾ നീ തുറന്നു കൊടുക്കണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വിശുദ്ധമായ റജബാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ആ ദുആ ഒന്ന് പറഞ്ഞാലോ. എല്ലാവരും ഒന്നിച്ച് പറയും. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. അല്ലാഹു സുബ്ഹാനഹു വ തആല റജബിലും ശഅബാനിലുമുള്ള എല്ലാ ബറക്കത്തുകളും നമുക്കും നമ്മുടെ വീട്ടുകാർക്കും നമ്മുടെ കച്ചവടത്തിലും നമ്മുടെ വാഹനത്തിലും നമ്മുടെ മക്കളിലും പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലെ ഓരോ അംഗങ്ങൾക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വീട് ബറക്കത്തുള്ളതായി മാറണം, അല്ലേ? വീട്ടിൽ ബറക്കത്ത് വേണം. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, വീട് എന്ന് പറഞ്ഞാൽ അത് അല്ലാഹു തആല ഒരു മനുഷ്യന് കൊടുക്കുന്ന ഭയങ്കര സൗഭാഗ്യമാണ്. സ്വന്തമായിട്ടൊരു വീട്, അല്ലെങ്കിൽ കയറി കിടക്കാൻ സ്വന്തമായിട്ട് വാടകയ്ക്കാണെങ്കിലും ഒരു വീടുണ്ടാവുക, അത് വല്ലാത്തൊരു ആശ്വാസമാണ്. അപ്പോൾ വീട്ടിൽ വലിയ ബറക്കത്ത്, അത് നമ്മൾ ഈ റജബിൽ ചോദിക്കുന്ന ബറക്കത്തൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവണം. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഐശ്വര്യം, ഒരു സമാധാനം, അത് നമ്മുടെ വീട്ടിലുണ്ടാവണം. അതിന് വീട്ടിലേക്ക് കടക്കുമ്പോൾ വലത് കാലുകൊണ്ട് പ്രവേശിക്കണം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയണം. അതുപോലെ തന്നെ വീട്ടിലുള്ളവരോട് സലാം പറയണം. വീട്ടിൽ ഇനി ആരും ഇല്ല എങ്കിൽ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് പറയണം. പ്രത്യേകം സുന്നത്താണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഇൻഷാ അല്ലാഹ്. ഇനി എൻ്റെ ഉമ്മമാരോട് നമ്മുടെ ഈ ഇന്നത്തെ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ ഞാൻ പറയട്ടെ, നമ്മുടെ വീടിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, വീടിൻ്റെ ഹൃദയമാണ്, തലച്ചോറാണ് അടുക്കള എന്നുള്ളത്. ഈ അടുക്കളയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ഒരു ദിക്ർ, ഇൻഷാ അല്ലാഹ് ഇന്ന് പഠിക്കാൻ പോകുന്ന ഇതൊരു ദിക്റാണ്, ഇതൊരു ദുആയാണ്. ഇത് പറഞ്ഞിട്ടാണ് നമ്മൾ കടക്കുന്നതെങ്കിൽ ആ വീട്ടിൽ മുഴുവനും അള്ളാഹുവിൻ്റെ റഹ്മത്തും വലിയ വിജയങ്ങളും ആ വീട്ടിലും ആ വീട്ടുകാർക്കും വലിയ സന്തോഷവും അള്ളാഹു തആല നിലനിർത്തി തരുമെന്നതാണ്. മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ്. എന്താണ്? ഒരു സ്ത്രീ അവൾ അടുക്കളയിലേക്ക് കടക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പുരുഷൻ
അത് ആരാവട്ടെ, സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ, അവരുടെ വീട്ടിലേക്ക് കടക്കുമ്പോൾ വലത് കാലുകൊണ്ട് കയറണേ. പ്രത്യേകിച്ച് ഇനി പറയാൻ പോകുന്ന ദുആ നമ്മൾ പഠിച്ചു വെക്കണേ. നമ്മൾ അടുക്കളയിലേക്ക് കയറുന്ന ഭാഗത്തൊക്കെ ഒരു പേപ്പറിൽ എഴുതി ഒട്ടിച്ചു വെച്ചാൽ നമുക്കത് പറയാവുന്നതാണ്. കാരണം അടുക്കളയിലെ ബറക്കത്താണ് ആ വീടിൻ്റെ ബറക്കത്ത്. അടുക്കളയിൽ നിന്നാണ് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നത്. ആ ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടാകുമ്പോൾ വീട് സ്വർഗ്ഗതുല്യമായി മാറും. ഇൻഷാ അല്ലാഹ് ഏതാണ് ആ ദിക്ർ, ഏതാണ് ആ ദുആ കേട്ടോ. ഇങ്ങനെയാണ്: ബിസ്മില്ലാഹി വലജ്നാ ബിസ്മില്ലാഹി ഖറജ്നാ വഅലാ റബ്ബിനാ തവക്കൽനാ. വളരെ സിമ്പിൾ, വളരെ എളുപ്പം പഠിക്കാനും പറയാനും. ഒന്ന് പറഞ്ഞേ: ബിസ്മില്ലാഹി വലജ്നാ ബിസ്മില്ലാഹി ഖറജ്നാ വഅലാ റബ്ബിനാ തവക്കൽനാ. ബിസ്മില്ലാഹി വലജ്നാ ബിസ്മില്ലാഹി ഖറജ്നാ വഅലാ റബ്ബിനാ തവക്കൽനാ. ഇത്രേ ഉള്ളൂ ദുആ. എന്താ അതിൻ്റെ അർത്ഥം? ബിസ്മില്ലാഹി വലജ്നാ, അല്ലാഹുവേ നിന്റെ നാമത്തിൽ ഞാനിതാ വീട്ടിലേക്ക് പ്രവേശിക്കുന്നു, അല്ലെങ്കിൽ അടുക്കളയിലേക്ക് പ്രവേശിക്കുന്നു. ബിസ്മില്ലാഹി ഖറജ്നാ, അല്ലാഹുവേ നിന്റെ നാമത്തിൽ ഞാനിതാ വീട്ടിൽ നിന്നും പുറത്തു വരുന്നു, അല്ലെങ്കിൽ അടുക്കളയിൽ നിന്നും പുറത്തു വരുന്നു. വഅലാ റബ്ബിനാ തവക്കൽനാ, അല്ലാഹുവേ ഞങ്ങളുടെ നാഥ നിന്നെ ഞങ്ങൾ ഭരമേൽപ്പിക്കുകയാണ് അല്ലാഹ്. ഇതാണ് ആ ദുആ. എന്ന് പറഞ്ഞാൽ ഒരു 3 വട്ടം പറഞ്ഞാലോ: ബിസ്മില്ലാഹി വലജ്നാ ബിസ്മില്ലാഹി ഖറജ്നാ വഅലാ റബ്ബിനാ തവക്കൽനാ. പറഞ്ഞോ: ബിസ്മില്ലാഹി വലജ്നാ ബിസ്മില്ലാഹി ഖറജ്നാ വഅലാ റബ്ബിനാ തവക്കൽനാ. ഒന്നുകൂടി: ബിസ്മില്ലാഹി വലജ്നാ ബിസ്മില്ലാഹി ഖറജ്നാ വഅലാ റബ്ബിനാ തവക്കൽനാ. അല്ലാഹു തആല ഈ ദുആ അധികരിപ്പിക്കാനും ഇത് സ്ഥിരമായി പറയാൻ, നിത്യമായി പറയാൻ റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ മുഅ്മിനീങ്ങളെ, നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ, പലർക്കും പല സംശയങ്ങളുണ്ട്, ഒരുപാട് സംശയം. സംശയങ്ങളോട് സംശയമാണ്. പല വീഡിയോകൾക്ക് താഴെയും കമന്റ് എഴുതുമ്പോൾ നമുക്ക് അത് വലിയൊരു, ചിലപ്പോൾ ചോദിക്കുന്ന ചോദ്യം ചെറുതാണെങ്കിലും അതിൻ്റെ ഉത്തരം വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ഒരു അവസരമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും കമന്റുകളിൽ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചാൽ നമ്മളങ്ങനെ ഉത്തരം കൊടുക്കാറില്ല. അത് നമ്മൾ എഴുതിയെടുത്തിട്ട് മറ്റൊരു വീഡിയോയിലൊക്കെ കൂടിയാണ് പറയുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് പലരും ചോദിച്ച ചില സംശയങ്ങൾക്കുള്ള മറുപടിയൊക്കെ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചില കാര്യങ്ങൾ പറയുന്നത്. അത്തൊഹൂർ ശത്രുൽ ഈമാൻ, ശുദ്ധി വൃത്തി ഈമാനിന്റെ ഭാഗമാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസാണ്. പരിശുദ്ധമായ ഇസ്ലാം വളരെ പ്രാധാന്യത്തോടുകൂടി പറയുന്ന, വളരെ പ്രാധാന്യത്തോടുകൂടി കാണുന്ന ഒരു വിഷയമാണ് വൃത്തി ഉണ്ടാവുക, ശുദ്ധി ഉണ്ടാവുക എന്നുള്ളത്. 5 വഖത്ത് നമസ്കാരത്തിന് നമ്മൾ വുദുവെടുക്കണം, അതൊരു വൃത്തിയാണ്. മൂത്രമൊഴിച്ചാൽ കഴുകണം ഇസ്ലാമിൽ, അത് ആണാവട്ടെ പെണ്ണാവട്ടെ, അത് ഇസ്ലാമിൻ്റെ ഒരു നിയമമാണ്. അതെന്താണ്? വൃത്തിയുടെ ശുദ്ധിയുടെ അടയാളമാണ്. നഖം വെട്ടുക, നഖം ഇങ്ങനെ നീട്ടി വളർത്തിക്കൊണ്ടിരിക്കാൻ പാടില്ല. നഖം വെട്ടണം, വളർന്നാൽ അതും ഇസ്ലാമിൻ്റെ വൃത്തിയുടെ ശുദ്ധിയുടെ ഭാഗമാണ്. അതുപോലെ തന്നെ നഖം വെട്ടുക മാത്രമല്ല, നഖം വെട്ടിക്കഴിഞ്ഞാൽ ആ നഖം കാലാവട്ടെ കയ്യാവട്ടെ അത് കഴുകണം, അതും വൃത്തിയുടെ ഭാഗമാണ്. പല്ല് തേക്കണം, രാവിലെ മാത്രമല്ല 5 വഖത്ത് നിസ്കാരത്തിന് വുദുവെടുക്കുമ്പോൾ പല്ല് തേക്കൽ സുന്നത്താണ്, അതും വൃത്തിയുടെ ഭാഗമാണ്. പിന്നെയോ 40 ദിവസത്തിൽ കൂടുതലാക്കാൻ പാടില്ല. ഗുഹ്യരോമം, നമ്മുടെ കക്ഷത്തിൻ്റെ രോമം, അതൊക്കെ വടിച്ചോ വെട്ടിയോ നീക്കം ചെയ്യണം. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ വിശുദ്ധമായ ഇസ്ലാം വൃത്തിക്ക് ശുദ്ധിക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്ന മതമാണ്. ഇനി അശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? അല്ലേ, അശുദ്ധി 2 തരമാണ്. ചെറിയ അശുദ്ധിയുണ്ട്, വലിയ അശുദ്ധിയുണ്ട്. ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ എന്താണ്? വുദു എടുത്താൽ മതി. വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ കുളിക്കണം. ഇവിടെ ഈ വലിയ അശുദ്ധി, ചെറിയ അശുദ്ധി എന്നൊക്കെ പറയുമ്പോൾ പലർക്കും നാണമാണ്. ഞാൻ ആദ്യം തന്നെ പറയട്ടെ, പലപ്പോഴും നമ്മുടെ ക്ലാസ് ഉമ്മമാരൊക്കെ അടുക്കളയിൽ വെച്ചായിരിക്കും കേൾക്കുക. അപ്പോൾ അടുക്കളയിൽ ചിലപ്പോൾ മരുമോളുണ്ടാകും, മോളുണ്ടാകും. അപ്പോൾ അവരൊക്കെ ഉള്ളത് കൊണ്ട് ഇന്നത്തെ ക്ലാസ് എങ്ങനെ കേൾക്കുമെന്ന് ആരും മടിച്ചു നിൽക്കണ്ട. ഇത് കാരണം പറയുന്നത് ദീനിൻ്റെ കാര്യമാണ്. ഞാനും ചോദിക്കട്ടെ, ഇപ്പോൾ ഒരു 10-45 വയസ്സുള്ള ഉമ്മമാരുണ്ടാവുമല്ലോ നമ്മുടെ ക്ലാസ് കേൾക്കുന്ന. നിങ്ങളുടെ ചെറുപ്പകാലത്ത് നിങ്ങളുടെ ഉമ്മമാര് നിങ്ങൾക്ക് ഇതുപോലുള്ള മസാലകൾ പറഞ്ഞു തന്നിട്ടുണ്ടോ എന്ന് വെറുതെ ചോദിക്കാൻ. പക്ഷെ പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല, വളരെ ഉണ്ടാവാം, പക്ഷെ വളരെ കുറവാണ്. പണ്ടുള്ള ആളുകൾ ഈ അശുദ്ധി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഈ വുദു മുറിയുന്ന, അല്ലെങ്കിൽ
ഫർള് കുളിക്കുക, അല്ലെങ്കിൽ ഫർള് കുളിക്ക് കാരണമാകുന്ന ചില കാര്യങ്ങൾ, അതൊക്കെ ഒന്നാമത് അന്ന് മദ്രസ സംവിധാനം ചിലപ്പോൾ കുറവാണ്. മദ്രസയിൽ പഠിച്ചാൽ തന്നെ ഉസ്താദുമാർ അതൊക്കെ ഒന്ന് ഓടിച്ച് പറഞ്ഞു കൊടുക്കുകയുള്ളൂ. അതൊക്കെ പഠിക്കേണ്ടത് വീട്ടിൽ നിന്നായിരുന്നു. പക്ഷെ പല ഉമ്മമാരും അതൊക്കെ പറഞ്ഞു കൊടുക്കൽ വളരെ കുറവാണ്. ഇന്നത്തെ കാലത്ത് ഉമ്മമാരൊക്കെ ഓപ്പണാണ് പലരും, അല്ലെ? എല്ലാവരും എല്ലാ കാര്യങ്ങളും മക്കൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാറുള്ള ഒരു പതിവുണ്ട്. ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു ചെറുപ്പക്കാർ, ഒരു 18 വയസ്സുള്ള ഒരു പയ്യൻ, അവൻ ഭയങ്കര ബഹളം, ഭയങ്കര ഒച്ചപ്പാടും ബഹളം. റമദാനിലാണ് ചെന്ന് നോക്കുമ്പോൾ അവിടെ പരാതി, ആ വീട്ടിലെ ഉമ്മ വളരെ സങ്കടത്തോടെ നാണത്തോടു കൂടി പറയുന്നു. എന്താണ് പറയുന്നത്? ആ വീട്ടിൽ ഒരു 17 വയസ്സുള്ള ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടി റമദാനിൽ നോമ്പ് പിടിച്ചിട്ടില്ല. അവൾ ഭക്ഷണം കഴിക്കുന്നത് കണ്ടിട്ട് ഈ 18 വയസ്സുള്ള മകൻ വന്നിട്ട് ഒച്ചപ്പാട്, അവൾക്ക് മാത്രം ഭക്ഷണം കൊടുക്കുന്നു, എനിക്ക് ഭക്ഷണം തരുന്നില്ല. കാരണം അവൾക്ക് നിസ്കാരമില്ലാത്ത സന്ദർഭമാണ്. അവൾ ഒളിച്ചിരുന്ന് പറഞ്ഞാൽ ആരും കാണാതെ ഭക്ഷണം കഴിക്കുക. അതിവൻ കണ്ടു, എന്നിട്ട് അവൾക്ക് ഭക്ഷണം കൊടുത്തു, അവൾക്ക് നോമ്പൊന്നുമില്ല, എനിക്കെന്താണ് തരാത്തത് എന്ന് പറഞ്ഞ് ഒരു 18 വയസ്സുകാരൻ ഒരു ഒച്ചപ്പാടുണ്ടാക്കിയ ഒരു സംഭവം നമ്മുടെ വീടിൻ്റെ പരിസരത്ത് നടന്നിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ പലർക്കും പല തെറ്റിദ്ധാരണകളുണ്ട്, പലർക്കും ഇതുപോലുള്ള മസലകൾ അറിയില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ കൂടുതൽ നീട്ടി പറയുന്നില്ല, നമ്മൾ വിഷയത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ വലിയ അശുദ്ധി എന്ന് പറയാറുണ്ട്, അല്ലേ? വലിയ അശുദ്ധി എന്ന് ശുദ്ധിയാവാൻ നമ്മൾ എന്ത് ചെയ്യണം? കുളിക്കണം. വെറുതെ കുളി പോരാ, നീയത്ത് വെച്ച് കുളിക്കണം. അവിടെയാണ് പ്രശ്നം. പലരും കുളിക്കാറുണ്ട്. ഇപ്പോൾ ഇനി ആദ്യം തന്നെ നമുക്ക് നോക്കാം. 6 കാര്യങ്ങൾ ഉണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യണം? നിർബന്ധമായും കുളിച്ചിരിക്കണം. 6 കാര്യങ്ങൾ സംഭവിച്ചാൽ നിർബന്ധമായും നമ്മൾ കുളിച്ചിരിക്കണം. വെറും കുളിയല്ല, നീയത്ത് വെച്ച് തന്നെ കുളിക്കണം. ഒന്നാമത്തെ കാര്യം, മനീയ് പുറപ്പെടുക, ശുക്ലം പുറപ്പെടുക. ആ സമയത്തും എന്ത് ചെയ്യണം? നീയത്ത് വെച്ചാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇനി ഈ ഒരു വിഷയത്തെ പറ്റി പറയുമ്പോൾ, മനീയ് പുറപ്പെടുക, ശുക്ലം പുറപ്പെടുക, അതായത് ആണിനും പെണ്ണിനും സ്വപ്നത്തിലോ അല്ലെങ്കിൽ സ്വപ്നത്തിലല്ലാതെയോ സംയോഗത്തിലോ അല്ലെങ്കിൽ സംയോഗം ചെയ്യാതെയോ മനീയ് പുറപ്പെട്ട് കഴിഞ്ഞാൽ അവൻ നീയത്ത് വെച്ച് കുളിക്കൽ നിർബന്ധമാണ്. ഒരാൾ ഉറങ്ങുന്നു, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ സമയത്ത് അയാളുടെ ബെഡിൽ ചില ദ്രാവകങ്ങൾ അയാൾ കാണുകയാണ്, മനീയ് കാണുകയാണ്. അത് ആ ഒരു വസ്ത്രമോ അല്ലെങ്കിൽ ആ ഒരു ബെഡ്ഷീറ്റോ ഇയാളല്ലാതെ വേറെ ആരും ഉപയോഗിച്ചിട്ടില്ല എങ്കിലും അയാൾ എന്ത് ചെയ്യണം? കുളിക്കണം. കുളി നിർബന്ധമാണ്. എങ്ങനെ കുളിക്കണം? നീയത്ത് വെച്ച് കുളിക്കണം. നീയത്ത് ഏതാണെന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയും. രണ്ടാമത്, ഇനി നമുക്ക് കുളിക്കൽ നിർബന്ധമാകുന്ന സാഹചര്യം, ഒന്നാമത്തേത് മനീയ് പുറപ്പെടുക, രണ്ടാമത്തേത് സംയോഗം ചെയ്യുക, ശാരീരികമായ ബന്ധം. ആ ശാരീരികമായ ബന്ധം, അതിൽ മനീയ് പുറപ്പെടട്ടെ പുറപ്പെടാതിരിക്കട്ടെ, ആ ബന്ധം സംഭവിച്ചാൽ തന്നെ അവിടെ കുളിക്കൽ നിർബന്ധമാണ്. ഇനി മൂന്നാമത്തെ കാര്യം, ഹൈല് അവസാനിക്കുക. ഹൈല് പുറപ്പെടുക എന്നല്ല, ഹൈല് മെൻസസ് അവസാനിക്കുക. എപ്പോഴാണോ അവസാനിക്കുന്നത്? ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് തീരാം, അല്ലെങ്കിൽ ചിലപ്പോൾ 6, ചിലപ്പോൾ 7, ചിലപ്പോൾ 8, ചിലപ്പോൾ 9, ചിലപ്പോൾ 15 വരെ ദിവസമൊക്കെ ചിലപ്പോൾ മെൻസസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴാണോ നിൽക്കുന്നത് ആ സമയത്ത് നമ്മൾ കുളിക്കണം. കുളിക്കുന്ന സമയത്ത് നീയത്ത് വെക്കണം, അത് മറന്നു പോകരുത്. നാലാമത്, കുളി നിർബന്ധമാകുന്ന നാലാമത്തെ സന്ദർഭം, പ്രസവരക്തം പുറപ്പെട്ട് അവസാനിക്കുന്ന ദിവസം. പ്രസവരക്തം ചിലപ്പോൾ ഒരു സെക്കൻഡ് കൊണ്ട് തീരാം, ചിലപ്പോൾ 40 ദിവസമാവാം, അല്ലെങ്കിൽ 60 ദിവസമാവാം. എപ്പോഴാണോ ആ പ്രസവരക്തം നിൽക്കുന്നത് ആ സമയത്ത് കുളിക്കണം, നിർബന്ധമാണ്. നീയത്ത് വെച്ചാണ് കുളിക്കേണ്ടത്. അഞ്ചാമത്തെ കാര്യം, പ്രസവിക്കുക. അത് ഒരു പെണ്ണ് പ്രസവിക്കുന്നത്, അത് കുട്ടിയെ പ്രസവിക്കട്ടെ, ചാപിള്ളയെ പ്രസവിക്കട്ടെ, മാംസകഷ്ണമാവട്ടെ, രക്തപിണ്ഡമാവട്ടെ, ഇനി കുട്ടി ഉള്ളിൽ വെച്ച് മരണപ്പെട്ടിട്ട് പുറത്തേക്ക് വരട്ടെ, അല്ലെങ്കിൽ അബോർഷനാവട്ടെ, പ്രസവരക്തം ഇല്ലാതിരിക്കട്ടെ, എങ്ങനെയാണെങ്കിലും പ്രസവം നടന്നോ അവൾക്ക് കുളിക്കൽ നിർബന്ധമാണ്. രക്തമൊക്കെ പുറപ്പെട്ടതിന് ശേഷം എല്ലാം ഒന്ന് ക്ലിയർ ആയിട്ട് അവൾ നിർബന്ധമായും കുളിക്കേണ്ടതാണ്. അവിടെ നീയത്ത് വേണം. ഇൻഷാ അല്ലാഹ് നീയത്ത് ഏതാണെന്ന് പറയാം. അതായത് ഇപ്പോൾ മനീയ് പുറപ്പെട്ടാലും സംയോഗം ചെയ്താലും ഹൈല് വന്നാലും പ്രസവരക്തം വന്നാലും പ്രസവിച്ചാലും ഒക്കെ കുളിക്കുന്ന സമയത്ത് വെക്കേണ്ട നീയത്ത് എന്താണ്? വെക്കേണ്ട നീയത്ത് വേറൊന്നുമല്ല, വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ ഞാൻ കുളിക്കുന്നു. ഇതാണ് ഒന്നാമത്തെ നീയത്ത്. പല നീയത്തുണ്ട്, ഒരു നീയത്ത് അതാണ്, വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ ഞാൻ കുളിക്കുന്നു. അല്ലെങ്കിൽ നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ കുളിക്കുന്നു എന്നോ നീയത്ത് വെക്കാവുന്നതാണ്. ഈ 2 നീയത്തിൽ ഏത് നീയത്ത് വെച്ചാലും കുഴപ്പമില്ല. വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ ഞാൻ കുളിക്കുന്നു എന്ന നീയത്ത് വെക്കലാണ് ഏറ്റവും നല്ലത്. ഇനി 6ാമത്തെ കാര്യം, കുളി നിർബന്ധമാകുന്ന 6ാമത്തേത്, ഷഹീദല്ലാത്ത മരണം. നമ്മുടെ നാട്ടിലൊക്കെ മരിക്കുന്നു, ആ സമയത്ത് എന്താണ്? അയാളെ, ആ മയ്യത്തിനെ കുളിപ്പിക്കൽ നിർബന്ധമാണ്.
മനസ്സിലായില്ലേ? 6 കാര്യം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മറ്റൊരു കാര്യമാണ്. അതായത് നിസ്കാരമില്ലാത്ത സമയത്ത് അല്ലെങ്കിൽ വലിയ അശുദ്ധിക്കാരനാകുന്ന സമയത്ത് ചില കാര്യങ്ങൾ, ഏകദേശം ഒരു 6 കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, ഹറാമാണ്. മഹാനായ ഇമാം ബുജൈരി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഒരു പെണ്ണ് അവൾ മെൻസസ്സുകാരിയായാൽ അവൾക്ക് ചില കാര്യങ്ങൾ പാടില്ല. ഒന്നാമത്തേത് നിസ്കാരം. നമുക്കറിയാം നിസ്കരിക്കാൻ പാടില്ല. ഫർളാവട്ടെ സുന്നത്താവട്ടെ നിസ്കാരം പാടില്ല. സുജൂദ് പാടില്ല. അതുപോലെ അത് തിലാവത്തിൻ്റെ സുജൂദാവട്ടെ ശുക്രിൻ്റെ സുജൂദാവട്ടെ പാടില്ല. പിന്നെ തൊവാഫ് പാടില്ല. അതൊക്കെ നമുക്കറിയാം. അത് മെൻസസ്സുകാരിക്ക് മാത്രമല്ല, വലിയ അശുദ്ധിക്കാരനായ പുരുഷനും അവനിക്കും ഈ പറയപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. ഇനി രണ്ടാമത്തെ കാര്യം, മെൻസസ് കൊണ്ട് പാടില്ലാത്ത രണ്ടാമത്തെ കാര്യം നോമ്പ് പിടിക്കുക എന്നുള്ളതാണ്. നോമ്പ് പിടിക്കൽ, ആ സമയത്ത് നോമ്പ് പിടിക്കൽ ഹറാമാണ്. പിന്നെ അത് ഇതെല്ലാം കുളിച്ച് കഴിഞ്ഞ് ശുദ്ധിയായി കഴിഞ്ഞാൽ എത്രയാണോ നോമ്പ് നഷ്ടപ്പെട്ടത് ആ നോമ്പ് ഖളാ വീട്ടണം. മൂന്നാമത്തേത് മെൻസസ്സുകാരിക്കും അതുപോലെ തന്നെ വലിയ അശുദ്ധിക്കാരനായാൽ അയാൾക്കും ഹറാമാകുന്ന കാര്യമാണ് എന്ത്? വിശുദ്ധമായ ഖുർആൻ ഓതുക എന്നുള്ളത്. ഖുർആൻ ഓതാൻ പാടില്ല, ഖുർആൻ തൊടാൻ പാടില്ല. പിന്നെ ഖുർആനിൽ വന്നിട്ടുള്ള ചില ദിക്റുകളുണ്ട്. ദിക്ർ എന്ന് പറഞ്ഞാൽ അത് ആയത്താണെങ്കിലും ദിക്റായിട്ട് ഉപയോഗിക്കും. ഉദാഹരണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അത് ഖുർആൻ ആയത്താണ്, പക്ഷെ അതൊരു ദിക്റായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അതൊരു ഖുർആൻ ആയത്താണ്, പക്ഷെ നമുക്കൊരു ദിക്റായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അതെന്താണ്? അതൊരു ഖുർആൻ ആയത്താണ്, പക്ഷെ അത് ദിക്റായിട്ട് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, പിന്നെ ആയത്തുൽ കുർസി, അങ്ങനെയൊക്കെ അതൊക്കെ ഖുർആൻ ആയത്താണെങ്കിലും ഇതൊക്കെ നമുക്ക് ദിക്റായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഖുർആൻ മൊത്തത്തിലൊന്നും ഓതാൻ പറ്റൂല, ആ കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. പിന്നെ പലരും ഇവിടെ ചോദിക്കുന്നുണ്ട്, ഉസ്താദേ ഈ കുട്ടികൾ, മക്കൾ മദ്രസയിൽ പഠിക്കുന്ന മക്കൾ ഇങ്ങനെ ഖുർആൻ ഓതുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോകും, ആ സമയത്ത് ഞങ്ങൾക്ക് തിരുത്തി കൊടുക്കാമോ? ഞങ്ങൾക്ക് മെൻസസ് ഉള്ള സമയത്ത് തിരുത്തി കൊടുക്കാൻ പാടില്ല, ഖുർആൻ ഓതാൻ പാടില്ല. മോനെ അവിടെ തെറ്റുണ്ട് ട്ടോ, ഒന്ന് സൂക്ഷിച്ചോത് എന്നൊക്കെ അങ്ങനെയൊക്കെ പറയലാണ് പറ്റുള്ളൂ, അല്ലാതെ ഖുർആൻ ഓതി കൊടുക്കാൻ പറ്റില്ല. ആ കാര്യം ശ്രദ്ധിക്കുക. പിന്നെ നാലാമത്തേത് വിശുദ്ധമായ ഖുർആൻ ചുമക്കുക അല്ലെങ്കിൽ ഖുർആനിനെ തൊടുക, അതും പാടില്ല. ചില ആൾക്കാരുണ്ട്, എന്താണ്, വിശുദ്ധമായ ഖുർആൻ മെൻസസ് ഉള്ള സമയത്തൊക്കെ എടുക്കും, അല്ലെങ്കിൽ വലിയ അശുദ്ധിക്കാരനാകുന്ന സമയത്ത് ചില പുരുഷന്മാർ എടുക്കാൻ പാടില്ല. ചില ആൾക്കാർ തുണി എടുത്തിട്ട് അങ്ങനെ കൂട്ടിപ്പിടിക്കും. തുണി എടുത്തിട്ട് ഇങ്ങനെ, ഇതൊരു തുണി എടുത്തിട്ട് തൂക്കി ഇങ്ങനെ പിടിക്കുന്ന ഒരു സന്ദർഭമൊക്കെ ഉണ്ട്. അങ്ങനെയും പാടില്ല കേട്ടോ. ഖുർആൻ തൊടാൻ പാടില്ലെന്ന് പറയുമ്പോൾ അത് തുണി കൊണ്ടും തൊടാൻ പാടില്ല, നേരിട്ടും തൊടാൻ പാടില്ല. പിന്നെ അഞ്ചാമത്തെ കാര്യം, മെൻസസ് ഉള്ള ആളുകൾക്കും അതുപോലെ തന്നെ വലിയ ശുദ്ധിക്കാരനായാൽക്കും പാടില്ലാത്ത കാര്യമാണ് പള്ളിയിൽ കയറുക എന്നുള്ളത്. അതായത് പള്ളിയിൽ കയറുക എന്ന് പറഞ്ഞാൽ ഒരു വഴിയുണ്ട്, പെട്ടെന്ന് പോകാനാണ്, അങ്ങനെയാണെങ്കിൽ കയറാം. അതല്ലാതെ പള്ളിയിൽ താമസിക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം പള്ളിയിലാണ് ഇരിക്കുന്നത് അതെടുക്കണം, അത്യാവശ്യമാണ്, അങ്ങനെ പെട്ടെന്ന് പോയി എടുത്തു വരാം, അതല്ലാതെ പള്ളിയിൽ താമസിക്കാൻ പാടില്ല. ആറാമത്തെ കാര്യമാണ് തൊവാഫ് ചെയ്യാൻ പാടില്ല. പിന്നെയോ ശാരീരികമായ ബന്ധം ആ ഒരു സമയത്ത് പാടില്ല, മെൻസസ് ഉള്ള സമയത്ത് ശാരീരികമായ ബന്ധം പാടില്ല. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഇനിയും ഉണ്ട് പറയാൻ, മറ്റൊരവസരത്തിൽ വിശദമായിട്ട് പറയാം. അപ്പോൾ ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട്. ഒരുപാട് കാര്യങ്ങൾ, ഇത് പലരും ചോദിക്കാൻ മടിയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് പഠിക്കാൻ മടിയുള്ളൊരു കാലം ഉണ്ടായിരുന്നു, പക്ഷേ ഇന്നങ്ങനെ കാണുന്നില്ല. എല്ലാവർക്കും സംശയമുള്ളപ്പോൾ അവരൊക്കെ ചോദിക്കാറുണ്ട്, നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ മെൻസസ് ഉള്ള സമയത്ത് വുളു എടുക്കാമെന്നുള്ള ആ ഒരു ചോദ്യത്തിൻ്റെ മറുപടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മെൻസസ് ഉള്ള സമയത്ത് ഹറാമാകുന്ന, അതുപോലെ വലിയ ശുദ്ധിക്കാരനാകുന്ന സമയത്ത് ഹറാമാകുന്ന ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെയോ ചില സമയത്ത് ഒരു 6 സമയത്ത് നമ്മൾ കുളിക്കൽ നിർബന്ധമാണ്. അത് ഏതൊക്കെയാണെന്നും ഇൻഷാ അല്ലാഹ് വിശദമായി പറയുന്നതോടൊപ്പം തന്നെ വീട്ടിലേക്ക്, അടുക്കളയിലേക്ക് കയറുമ്പോൾ ഓരോ ഉമ്മയും ഉപ്പയും ഒക്കെ പറയൽ പ്രത്യേകം സുന്നത്തായ നല്ല ഒരു ദുആയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കേട്ടതനുസരിച്ച് അമൽ ചെയ്യാൻ, അതുപോലെ തന്നെ ഒരുപാട് ഇൽമുകൾ കരസ്ഥമാക്കാൻ റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആരൊക്കെ എന്തൊക്കെ ദുആ വസിയത്ത് നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ അല്ലാഹു അവരുടെയും നമ്മുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കി തരുമാറാവട്ടെ. രോഗങ്ങൾക്ക് അല്ലാഹു തആല ശിഫാ തരുമാറാവട്ടെ. എല്ലാ വിധത്തിലുള്ള ഇടങ്ങേറുകളെ തൊട്ടുള്ള കാവൽ റബ്ബ് നമുക്ക് തരട്ടെ. സാമ്പത്തികമായ ഭദ്രത, അഭിവൃദ്ധി അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ ഖബൂൽ ചെയ്യട്ടെ. ഈ വീഡിയോ മറ്റുള്ളവർ കൂടി എത്തിച്ചു കൊടുക്കുക, അവരൊക്കെ കാര്യങ്ങൾ പഠിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.